വിജയവും പരാജയവും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ. വിജയത്തെ ചേർത്ത് നിർത്താൻ അതല്ലെങ്കിൽ വിജയത്തിന്റെ കൂടെ ഒരുപാട് അവകാശികൾ ഉണ്ടാകും. എന്നാൽ പരാജയങ്ങൾ എന്നും അനാഥരായിരിക്കും. സുന്ദരേശന്റെ ഈ കഥയിലൂടെ ഇത് വ്യക്തമാക്കുന്നു. കഥയിലേക്ക് കടക്കാം. ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ 2 അംഗങ്ങളായിരുന്നു സുന്ദരേശനും അവന്റെ അമ്മയും. നമ്മൾ ജനിക്കുന്ന വീട്ടിലെ അവസ്ഥകളാണല്ലോ നമ്മളെ പണക്കാരനും ദരിദ്രനുമൊക്കെ ആക്കുന്നത്. സുന്ദരേശൻ ജനിക്കുന്ന സമയത്ത് അവന്റെ വീട്ടിലെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവന്റെ അച്ഛൻ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. ബിസിനസ് എന്ന് പറഞ്ഞാൽ അവിടെയും വിജയവും പരാജയവും ഒക്കെ സാധാരണം തന്നെ. ബിസിനസ് അങ്ങ് ഉയരങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് ചെറിയൊരു വിള്ളൽ വീണു. ആ വിള്ളൽ വളർന്നു വലുതായി ക്രമേണ കൂപ്പുകുത്തി. ജീവിതത്തിലെ ആദ്യ പരാജയമായതുകൊണ്ടായിരിക്കാം ആ മനുഷ്യനത് താങ്ങാനുള്ള സഹനശക്തി ഇല്ലായിരുന്നു. താങ്ങി നിർത്താനോ വേണ്ടപ്പെട്ട ആരും തന്നെ ഇല്ലായിരുന്നു. ഈ പ്രാരാബ്ദങ്ങൾക്കിടയിലേക്ക് സുന്ദരേശൻ ജനിച്ചു വീഴുമ്പോൾ അവൻ ശരിക്കും ഒരു അനാഥനെ പോലെയായിരുന്നു. പ്രാരാബ്ദ വിഷമങ്ങൾ തലയിലേറ്റിയ അച്ഛന് നേരാവണ്ണം അവനെ ഒന്ന് ലാളിക്കാൻ പോലും മനസ്സ് വന്നില്ല. അമ്മയാവട്ടെ ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു തീർക്കുക എന്ന ലക്ഷ്യത്തോടെ മൂകയായി സഞ്ചരിച്ചു. ഒടുവിൽ മനസ്സിന്റെ ശക്തി ക്ഷയിച്ച അവന്റെ അച്ഛൻ തിരിച്ചു വരാത്ത ലോകത്തേക്ക് യാത്രയായി. അതിനുശേഷം കുറേ ദിവസം ചലനമുണ്ടെങ്കിലും ചലനമറ്റ രീതിയിൽ അവന്റെ അമ്മ നടന്നു. പിന്നീട് ജീവിതം ജീവിച്ചു തീർക്കുക എന്ന ലക്ഷ്യത്തോടെ മറ്റുള്ള വീടുകളിൽ കൂലിവേല ചെയ്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ തുടങ്ങി. ബാല്യത്തിൽ ആസ്വദിക്കാൻ കഴിയുന്ന അനുഭവങ്ങളൊന്നും തന്നെ സുന്ദരേശന് ഇല്ലായിരുന്നു. ചിലരുടെ വാക്കുകൾ അവന്റെ ഉള്ളിൽ വ്രണങ്ങളായി മാറി. ഒരു പണിയുമില്ലാത്ത ആളുകൾ മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് എത്തി നോക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്കത് നേരം പോക്കാണ്. പക്ഷേ അതിൻ്റെ ഉടമസ്ഥർക്ക് അത് നോവ് തന്നെയാണ്. സുന്ദരേശനെ നോക്കി പറഞ്ഞിരുന്നത് വേറൊന്നുമല്ല, അവൻ്റെ ജന്മമാണ് അവൻ്റെ അച്ഛനെ തിരികെ വിളിക്കാൻ കാരണമെന്ന്. കാതിൽ നേരിട്ട് പതിക്കുന്ന വാക്കുകളോടും ആളുകളോടും അവൻ്റെ അമ്മ ശക്തമായി പ്രതികരിച്ചു. എന്നാൽ കേൾക്കാതെ പറയുന്നവർ അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. സുന്ദരേശൻ അങ്ങനെ വളർന്ന് 12ാം ക്ലാസ്സിലെ പഠനവും കഴിഞ്ഞ് പരീക്ഷാഫലം കാത്തിരിക്കുന്നതിനിടെ നിരന്തരമായി അമ്മയുടെ കഷ്ടപ്പാട് കണ്ട് അവനും എന്തെങ്കിലുമൊക്കെ അമ്മയെ സഹായിക്കണമെന്ന ആഗ്രഹമുണ്ടായി. അമ്മയാണെങ്കിൽ അതിനെ എതിർത്തു. നീ പഠനത്തിൽ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞ അമ്മ അവനെ നിരുത്സാഹപ്പെടുത്തി. എന്നാൽ അവൻ്റെ ആഗ്രഹം കൂടിക്കൂടി വന്നു. പരീക്ഷാഫലം വരുന്നവരെ ഒരു തയ്യൽ കടയിൽ പോയി അവിടെ സഹായിയായിട്ടിരുന്നു. ബട്ടൺസ് പിടിപ്പിക്കുന്ന പണി കുറേശ്ശെയായി പഠിച്ചു വന്നു. പഠിച്ച് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടും മുതലാളി ശമ്പളമൊന്നും കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചില്ല. അതിനാൽ അവൻ ജോലിയിൽ ചെറിയ ഉഴപ്പൊക്കെ കാട്ടി. ബട്ടൺസ് ശരിയായ വണ്ണം തുന്നിപ്പിടിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുതലാളി അവനെ യാത്രയാക്കിയപ്പോൾ അവൻ സന്തോഷത്തോടെ ആ പടിയിറങ്ങി. പിന്നെയും അവൻ വെറുതെ ഇരുന്നില്ല. അയൽപക്കത്തുള്ള ദാമോദരേട്ടൻ കൂട്ടിയിട്ട തേങ്ങകൾക്ക് നടുവിൽ നിന്ന് തേങ്ങ ഓരോന്നായി പൊളിച്ചെടുക്കുമ്പോൾ അവനും ഒരു ഹരം തോന്നി. ആ ഹരം ആയുധം അവൻ്റെ കയ്യിലെത്തിച്ചു. നിന്ന നിൽപ്പിൽ 500ഓളം തേങ്ങകൾ പൊളിച്ച അവന് ദാമോദരേട്ടൻ പ്രോത്സാഹനമായി 350 രൂപ കയ്യിൽ വെച്ചു കൊടുത്തു. കൂലിയായി കിട്ടിയത് കുറഞ്ഞോ കൂടിയോ എന്നൊന്നും അവൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ആദ്യത്തെ ശമ്പളം അവൻ്റെ കയ്യിൽ ഭദ്രമായി. ഇത് തന്നെയാണ് സന്തോഷത്തോടെ തനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലി എന്നവൻ തീരുമാനിച്ചു. ആ കാശിന് തേങ്ങ പൊളിക്കുന്ന ഒരു ആയുധം വാങ്ങി അവനങ്ങനെ തേങ്ങ പൊളിക്കുന്ന ജോലിക്കിറങ്ങി. ദിവസവും ജോലിയുമുണ്ട്, വരുമാനവുമുണ്ട്. സുന്ദരേശൻ സന്തോഷവാനായി. അങ്ങനെ വീട്ടു ചെലവുകളിലേക്ക് അവൻ അമ്മയ്ക്കൊപ്പം നിന്ന് ഒരു തണലായി മാറി. ഇതിനിടയിൽ 12ാം ക്ലാസ്സിന്റെ പരീക്ഷാഫലം വന്നു. തരക്കേടില്ലാത്ത വിജയം കരസ്ഥമാക്കിയെങ്കിലും വിദ്യാഭ്യാസത്തിനെ നേരിടാൻ അവൻ തയ്യാറായില്ല. കാരണം അവന് ജോലി ചെയ്യാനായിരുന്നു ഇഷ്ടം. അമ്മ എത്ര നിർബന്ധിച്ചിട്ടും അവന്റെ തീരുമാനങ്ങൾ ഉറച്ചതായിരുന്നു. 3-4 വർഷം പിന്നിട്ടപ്പോൾ സുന്ദരേശന് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്നായി. കൺമുന്നിൽ കാണുന്നത് തേങ്ങ തന്നെ. അതുകൊണ്ട് തന്നെ അവന്റെ ബിസിനസ്സും അത് തന്നെയാക്കി. തേങ്ങകൾ ഒന്നിച്ചെടുത്ത് കൊപ്രയാക്കി കയറ്റുമതിയൊക്കെ തുടങ്ങി. ഈ സമയത്ത് ബിസിനസ്സിന് ചെറിയൊരു ക്ഷീണം സംഭവിച്ചു. വലിയ നഷ്ടങ്ങളൊന്നുമില്ലാതെ ആ ബിസിനസ് അങ്ങനെ 8 നിലയിൽ പൊട്ടി. നാട്ടുകാരുടെ വായ മൂടിക്കെട്ടാൻ പറ്റില്ലല്ലോ. ആളുകൾ ഓരോന്ന് പിറുപിറുത്തു. മൊത്തം കുത്തിട്ടാൽ കുമ്പളം മുളക്കില്ലല്ലോ. ഗഹനമായി ചിന്തിക്കാതെ അവൻ അമ്മയോട് ചോദിച്ചു, എന്താ ആളുകൾ അങ്ങനെ പറയുന്നതെന്ന്. അമ്മ അവന് ഉത്തരം കൊടുത്തു, നിന്റെ അച്ഛൻ ബിസിനസ് നടത്തി പരാജയപ്പെട്ടു. നിന്റെ ഗതിയും അതാണെന്നാണ് ആളുകൾ പറയുന്നത്. അതാണോ കാര്യം? അവനത് പുച്ഛിച്ച് തള്ളി. ഒരു ദിവസം ഇറച്ചിവെട്ടുകടയുടെ മുന്നിൽ നിന്ന് ഇറച്ചിവെട്ടുകാരന്റെ ഇറച്ചിവെട്ടൽ കണ്ട് ആസ്വദിച്ചു നിൽക്കുന്ന സുന്ദരേശന് എന്തുകൊണ്ട് തനിക്ക് ഈ പണി ചെയ്തുകൂടാ എന്ന ചിന്തയായി. എന്നെയും കൂടി ഈ ജോലിയിൽ കൂട്ടുമോ എന്നവൻ ചോദിക്കുകയും ചെയ്തു. അങ്ങനെ അമ്മയുടെ സമ്മതം വാങ്ങാതെ
ആദ്യ ദിവസം അവൻ ആ ജോലി ചെയ്തു. കൂലിയും വാങ്ങി വീട്ടിലെത്തി ചെയ്യുന്ന ജോലിയുടെ മഹത്വം അവൻ അമ്മയ്ക്ക് വിവരിച്ചു കൊടുത്തു. അമ്മയ്ക്ക് മകന്റെ ആ ജോലി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ അവൻ ഓരോ തത്വങ്ങൾ പറഞ്ഞ് അമ്മയെ തൻ്റെ പാട്ടിലാക്കി. ദിവസവും ജോലിക്ക് പോവുകയും നല്ല കൂലി കിട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് ആടുമാടുകളുടെ തോലുകളിലേക്ക് അവൻ്റെ ശ്രദ്ധ ആകർഷിച്ചു. എന്തുകൊണ്ട് തനിക്കിതൊരു ബിസിനസ്സാക്കിക്കൂടാ? അങ്ങനെ അവൻ തോലുകൾ ഒന്നിച്ചെടുത്ത് ഉണക്കിയെടുത്ത് കയറ്റുമതി ചെയ്യുന്ന ബിസിനസ് ആരംഭിച്ചു. ബിസിനസ് അങ്ങനെ വളർന്നുകൊണ്ടിരുന്നു. ഇതിനിടയിൽ ബിസിനസിന്റെ വളർച്ചയൊന്നും ജനങ്ങൾ അറിഞ്ഞിരുന്നില്ല. കാണുമ്പോഴൊക്കെ ഓരോരുത്തരും അവനെ കളിയാക്കിക്കൊണ്ടിരുന്നു. ഇറച്ചി വിട്ടു കഴിഞ്ഞാൽ അടുത്ത പ്ലാൻ എന്താ സുന്ദരേശ? 8 നിലയിൽ പൊട്ടുന്നത് വരെ കാത്തു നിൽക്കണ്ട. അങ്ങനെ പലതും. മറുപടി വാക്കുകളിലൂടെയല്ല കൊടുക്കേണ്ടത്, പ്രവൃത്തികളിലൂടെയാണെന്നുള്ള വിശ്വാസം അവനെ തളർത്തിയില്ല. കൂട്ടമായ പരിഹാസങ്ങൾക്കിടയിലൂടെ അവൻ ആഞ്ഞു നടന്നു. വ്യാപാര വളർച്ചയുടെ ആദ്യപടിയിൽ അവൻ വീട് പുതുക്കി പണിയാനുള്ള ആരംഭമായി. അത്യാവശ്യം ചെറിയ സൗകര്യങ്ങളുള്ള വീട് മതി എന്ന് അമ്മ പറഞ്ഞപ്പോൾ അത്യാവശ്യം വലിയ വീട് ഉണ്ടാക്കണം എന്നവൻ തീരുമാനിച്ചു. കാരണം നാട്ടുകാർക്കുള്ള ആദ്യ മറുപടി അതാകട്ടെ എന്നവൻ ചിന്തിച്ചു. വീട് പണിയൊക്കെ തുടങ്ങിയപ്പോൾ കണ്ടാൽ പരിചയഭാവം കാണിക്കാത്തവരൊക്കെ സുന്ദരേശനെ വട്ടം നിന്ന് പുകഴ്ത്തി പറയാൻ തുടങ്ങി. ഞാൻ അപ്പോഴേ പറഞ്ഞതാ സുന്ദരേശൻ ആളും മിടുക്കനാണെന്ന്. ഈ ബിസിനസ്സിൽ അവൻ വിജയിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു. വേറൊരാളുടെ വാക്കുകൾ, അതിലൊരാളുടെ വാക്കുകൾ സുന്ദരേശനെ വല്ലാതെ ചിരിപ്പിച്ചു. ഇവൻ ഈ ബിസിനസ്സിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തത് ഞാനാ. അയ്യോ, അതെപ്പോ? സുന്ദരേശൻ അറിയാതെ വാ പൊളിച്ചു. പിന്നീട് സുന്ദരേശൻ തിരിഞ്ഞു നടന്നു. മനസ്സിൽ പിറുപിറുത്തു. എൻ്റെ വിജയത്തിന് പിന്നിൽ ഞാൻ മാത്രം അവകാശി. എൻ്റെ അമ്മ കൂടെയുള്ളതുകൊണ്ട് ജീവിക്കാൻ സാധിച്ചു. അതെൻ്റെ ഏറ്റവും വലിയ വിജയം. ഒരിക്കൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ പരാജിതനെ പോലെ നടന്ന് ജീവിതം അവസാനിപ്പിക്കുന്നത് ഏറ്റവും വലിയ പരാജയം. അവൻ വീണ്ടും നടന്നു നീങ്ങി. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.